നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഇവാൻകുട്ടനെയും കുഞ്ഞിനെയും കാണിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ ഇടാനൊരു കാരണമുണ്ടായി. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ മണിക്കുട്ടൻ്റെ വീഡിയോയിൽ ഇവർ നമ്മുടെ ടേബിളിൻ്റെ മേളിലും ഡൈനിങ് ടേബിളിൻ്റെ മേളിലും ഒക്കെ കിടക്കുന്ന വീഡിയോയും ഇരിക്കുന്ന വീഡിയോയും ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില സുഹൃത്തുക്കൾ കമൻ്റ് ഇട്ടിരുന്നു, നമുക്ക് വൃത്തിയൊന്നുമില്ല, അവരെ ഡൈനിങ് ടേബിളിൻ്റെ മേളിലും അവിടെയൊക്കെ കയറ്റി കിടത്തി വളർത്തുകയാണെന്നൊക്കെ പറഞ്ഞൊരു കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ നമ്മുടെ ഇവർ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാൻ 36 ദിവസവും കുഞ്ഞൻ 40 ദിവസമുള്ള സമയത്ത് ഞങ്ങളുടെ കൈ വന്നത്. ഇന്ന് ഇവാന് 7ാമത്തെ വയസ്സാണ്, ഇവൾക്ക് 6 വയസ്സ് കഴിഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവരെ ഞങ്ങളുടെ മക്കളെപ്പോലെ തന്നെ ഞങ്ങൾ വളർത്തുന്നത്. മാത്രമല്ല, ഞങ്ങളുടെ മക്കൾ ഫോൺ ചെയ്യുന്ന സമയത്ത് എന്ന് ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. അവർക്കും അതുപോലെ തന്നെ സ്നേഹമാണ് ഇവരെ രണ്ടുപേരും. അപ്പം ഇവരുടെ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും ഇവർ ഞങ്ങളുടെ കൂടെ ഇത്രയും നാൾ നിന്നിട്ട് ഇനിയിപ്പം ഞങ്ങളും വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്നു, ഇവരും വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്നു. മോനിങ് വാ എന്നപ്പോൾ അപ്പം വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന ഈ സമയത്ത് അവരെ ഇനി നമ്മൾ അകറ്റി നിർത്താനോ അവർക്ക് ശിക്ഷണം കൊടുക്കാനോ അവരോട് ദേഷ്യപ്പെടാനോ അവരെ വഴക്ക് പറയാനോ അവരെ വീട്ടിന്റെ പുറത്തേക്ക് ഇറക്കി മാറ്റി നിർത്താനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. അതേപോലെ തന്നെ നമ്മളെ ഇവരെ വീട്ടില് ഒരാഴ്ച 10 ദിവസം കൂടി ഇരുന്നല്ലേ, 10 ദിവസം കൂടി ഇരുന്ന് നമ്മളെ കുളിപ്പിക്കാൻ 2 ദിവസം കൂടി ഇരുന്ന് നമ്മുടെ ഇവരെ ഹെയർ എല്ലാം നല്ല പോലെ ചീകി എല്ലാം വൃത്തിയായിട്ടാണ് നമ്മൾ അതുപോലെ സൂക്ഷിക്കുന്നത്. അതെ അതെ. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് മുടി ഈ ഹെയർ ഇത് വളരുന്നതിനനുസരിച്ച് നമ്മൾ ഗ്രൂമിങ് ചെയ്യിക്കും. ഇത് ഒത്തിരി അങ്ങ് ഇപ്പം വെട്ടാനായെന്ന് തോന്നുന്നു അടുത്തത്. അവരും നല്ല വൃത്തിയായിട്ട് എല്ലാം ഗ്രൂമിങ് ചെയ്യുന്നിടത്ത് തന്നെയാണ് നമ്മൾ ഇവരെ കൊടുക്കുന്നത്. നേരത്തെ ഗ്രൂമിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ. അപ്പം അങ്ങനെയാണ് നമ്മൾ മക്കളെ പോലെ ഇവരെ സ്നേഹിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ നമുക്ക് വിഷമമായിപ്പോയി, വൃത്തിയില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവാൻകുട്ടൻ്റെയും കുഞ്ഞൻ്റെയും അവരുടെ വീട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ അവരുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്, വളരെ ഹൈജനിക്കായിട്ടാണ് ഞങ്ങൾ അവരുടെ വീടും പരിസരവും എല്ലാം എപ്പോഴും എന്നും സൂക്ഷിക്കുന്നത്. അവരുടെ കൂട്ടിനകത്തൊരു ഉറുമ്പ് കയറാൻ പോലും ഞങ്ങൾ സമ്മതിക്കാതെ കൂടിൻ്റെ കാലിനകത്ത് ചിരട്ടയ്ക്കകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ അവരുടെ കൂട് വെച്ചിരിക്കുന്നത്. ഇത് അവരുടെ കൂടിൻ്റെ പരിസരമൊക്കെയാണ്. ഇതാണ് അവരുടെ കൂട്. ഒരു 5 മണിയാകുമ്പോഴത്തേന് കയറ്റും. അതിനുശേഷം ഞങ്ങൾ ചിന്നനെ തുറന്നു വിടും. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ 7 മണിയൊക്കെ ആകുമ്പോഴത്തേനെ ഈ കൂട്ടിനകത്ത് കയറാറുള്ളൂ. അവർ തന്നെത്താനെ വന്ന് കയറിക്കൊള്ളുമായിരുന്നു. കുഞ്ഞോ എന്നുകൊണ്ട് പോവാ? കുഞ്ഞോട്ടോ? എങ്ങോട്ടാ കുഞ്ഞു പോന്നേ? ബാ, അച്ഛനോട് വാ, പാപ്പം തരാം, ബാ. അപ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും അവരുടെ ഒരു ദിവസത്തെ ദിനചര്യകളും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇവാനേ, അവനെവിടെ പോയി മോനെ? ഇവാനോ, കുഞ്ഞൻ ഭക്ഷണം കഴിക്കുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അവനെ ഇതുവരെ വന്നിട്ടില്ല, അവനെ എവിടെയോ കറങ്ങാൻ പോയതാ രാവിലെ. അവള് കഴിച്ച് കഴിയാറായി. ഇനിയിപ്പോൾ അവളെന്ത് ചെയ്യുന്ന വെച്ചാൽ അവൻ വന്ന് കഴിക്കാൻ നേരം അവൻ്റെ ഫുഡും കൂടി ഇവള് കയറി കഴിക്കും. എത്ര നേരമായിടാ നിന്നെ വിളിക്കുന്നേ? എവിടെ പോയിരിക്കായിരുന്നു കുഞ്ഞ്? ഇവാനും വന്നു, അവൻ ഭക്ഷണം കഴിക്കുക. കുറച്ച് ഞാൻ അവൾക്ക് കൂടെ കൊടുത്തു, അല്ലെങ്കിൽ അവൾ അവൻ്റെ ഭക്ഷണം മൊത്തം തട്ടിയേച്ച് പോകും. ഇനിയിപ്പോൾ അവളിപ്പോൾ നോക്കിയതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവനെ തള്ളി മാറ്റിയേച്ച് അവൾ കഴിക്കുമെന്ന്. അവൻ രാവിലെ വിശന്നിരിക്കും. മോനെ ഇവാ, കുഞ്ഞോ അവൻ കഴിക്കട്ടെടി, എന്നാ മോനെ ഇത് കഴിച്ചേ, വേറെ ഭക്ഷണം തരാം കേട്ടോ. കുഞ്ഞൻ്റെയും ഇവാൻ്റെയും ഭക്ഷണവും വെള്ളവുമാണ്. ഡ്രൈ ഫുഡ് ഇങ്ങനെ പാത്രത്തിൽ ഇട്ട് വെച്ചേക്കും. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ വന്ന് കഴിച്ചേച്ച് പോകും. അവർ വെള്ളവും കുടിക്കും. ഇത് അവരുടെ കാറ്റലിറ്ററാണ്. അവർക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യമേ അവർ അപ്പിയിടാറുള്ളൂ. ഇതിനകത്ത് ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും എമർജൻസി ഒന്ന് യൂറിൻ പാസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി വെച്ചിരിക്കുന്നതാണ്. അവരുടെ ഓരോ കാര്യത്തിലും ഞങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളാണ്. അവർ ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ കട്ടിലിലും ഞങ്ങളുടെ ഡൈനിങ് ടേബിളിലും ഞങ്ങൾ ഇരിക്കുന്നിടത്തും ഒക്കെ ആയിരിക്കും ഇനിയുള്ള കാലം അവരുടെ ജീവിതം. കാരണം ഇനി അവർക്ക് നമ്മളെ പിരിഞ്ഞു നിൽക്കാനോ ഞങ്ങൾക്ക് അവരെ പിരിഞ്ഞു നിൽക്കാനോ ഇനി ഒരിക്കലും സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ആത്മബന്ധമാണ് ഞങ്ങൾക്ക് അവരുമായിട്ടുള്ളത്. അവരുടെ കുഞ്ഞനും ഇവാനും ഞങ്ങൾ കൊടുക്കുന്ന അവരുടെ ഭക്ഷണങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം.
മിയോയുടെ കിറ്റൻ്റെ ട്യൂണയാണ്. ഇതാണ് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് ഒരു ടൈം പാസ് വേണ്ട, അവർക്കൊരു ഫുഡിനൊരു ചേഞ്ചസ് വേണ്ട എന്ന രീതിയിൽ അവർക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കൊടുക്കും, സിപ്പപ്പ് കൊടുക്കും. മിയോയുടെ തന്നെയാണ് സിപ്പപ്പ് കൊടുക്കുന്നത്. ദിവസം ഓരോ കാടമുട്ട, 2 പേർക്ക് ഓരോ കാടമുട്ട വാട്ടി കൊടുക്കും. ഇതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഡ്രൈ ഫുഡ്. മിയോയുടെ കിറ്റൻ്റെയാണ്. ഞാൻ അവരുടെ അഡൾട്ടിൻ്റെ ഭക്ഷണം മേടിച്ച് കൊടുക്കാറില്ല. അവരെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഉണക്കാനുള്ള ഡ്രയർ, അവരുടെ ചീപ്പുകൾ, സിസറ്, പിന്നെ അവർ നെയിൽ കട്ട് ചെയ്യാനുള്ള നെയിൽ കട്ടർ, ഇതെല്ലാം അവരുടെ സാധനങ്ങളാണ് ഇതെല്ലാം. ഞങ്ങൾ അവർക്ക് ക്ഷീണം തോന്നിക്കുക ഞങ്ങൾ ഗ്ലൂക്കോസ് കലക്കി വെള്ളത്തിൽ വെച്ച് കൊടുക്കാറുണ്ട്. ഇടുന്ന പൗഡറാണ് ഹിമാലയയുടെ. പിന്നെ അവരുടെ ഷാമ്പു ഉണ്ട്, കണ്ടീഷണറുണ്ട്, അങ്ങനെ ഓരോരോ സാധനങ്ങളായി കാണുന്നത്. ഇത് അവർക്ക് കൊടുക്കുന്ന ടോണിക്കാണ്. ഓരോ ml വീതം രാവിലെയും വൈകിട്ടും. ഇത് അവരുടെ കണ്ണ് പഴുക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ കണ്ണിലൊഴിക്കാം, ചെവിയിലൊഴിക്കാം. മെയ്ഡ് USA മരുന്നാണ്. ഇത് അവരുടെ ശരീരമൊക്കെ നക്കി തുടയ്ക്കുന്ന സമയത്ത് രോമം വയറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു വിരലയിൽ ഒരല്പം എടുത്തിട്ട് അവരുടെ ചുണ്ടേ തേച്ച് കൊടുത്താൽ മതി. അത് മൊത്തം അവർ ഛർദ്ദിച്ച് പൊക്കോളും, അവരുടെ വയറ്റിൽ പോയ രോമങ്ങളെല്ലാം. ഇത് അവരുടെ ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെവിയിൽ ഒഴിക്കുന്നതാണ്. ആൻറ്റിബയോട്ടിക്കാണ്. ഇത് അവർക്കുള്ള പ്രോട്ടീൻ പൗഡറാണ്. അവർക്കാണ് നല്ല പ്രയോജനം ചെയ്യുന്ന ഒന്നാണിത്. ഇത് അവർക്ക് ദഹനത്തിനുള്ളതാണ് ഈ കാണുന്നത്. ഇത് അവർക്ക് പനി വല്ലതും വന്നാൽ പനിക്ക് കൊടുക്കാനുള്ള മരുന്നാണ്. ഇത് അവർക്ക് വിരയ്ക്കുള്ള മരുന്നാണ്. ഈ കാണുന്നത് അവർക്ക് ഛർദിലിനുള്ളതാണ്. ഇതിൽ പലതും ഇതൊക്കെ നമ്മുടെ മനുഷ്യക്കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. ഇതെല്ലാം വയറ്റിൽ നിന്ന് ചോരയോ കാര്യങ്ങളോ വല്ലതും അവരുടെ അപ്പിയുടെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു മരുന്നാണ് ഇത്. പിന്നെ ഇത് അവർ കണ്ണിലൊഴിക്കാൻ, കണ്ണ് വല്ലതും പഴുക്കുവാണെങ്കിൽ കണ്ണിലൊഴിക്കാനുള്ള മരുന്നാണിത്. ഇതൊരു മരുന്നുകളാണ്. പിന്നെ ഇത് അവരുടെ ചെവിയിലൊഴിക്കാനുള്ളതാണ്. അവർക്ക് ഈ ഹിമാലയയുടെ ഈ ടാബ്ലറ്റ്സ് ഇത് മനുഷ്യർ കഴിക്കുന്ന ഗുളിക തന്നെയാണ്. അവരുടെ വെയിറ്റും പ്രായവും അനുസരിച്ചിട്ടാണ് ഈ ഗുളിക അവർക്ക് കൊടുക്കുന്നത്. ഇത് ഈ ആൺപൂച്ചകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉണ്ടാകുന്നത്. അവർക്കുണ്ടാകുന്ന കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നം ഉണ്ടാവും. മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിൻ്റെ കൂടെ ചോര പോവുക, അവർ ഭയങ്കരമായിട്ട് വെപ്രാളം കാണിച്ച് വിഷമപ്പെട്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വരും. ആ സമയത്ത് അവർക്ക് ഇത് രാവിലെയും വൈകിട്ട് ഒരു 10-20 ദിവസം കൊടുക്കേണ്ടി വരും ആ സ്റ്റോണിൻ്റെ പ്രശ്നം പോകാൻ വേണ്ടിയിട്ട്. ഇത് അവർക്ക് ഉള്ള ടാബ്ലറ്റ്സാണ്, വാങ്ങിച്ചുള്ള ടാബ്ലറ്റ്സാണ്. ഇതൊക്കെ അവരുടെ മരുന്ന്. ഇത് അവർക്ക് ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് പൊട്ടിച്ച് വെള്ളത്തിലിട്ട് അവർക്ക് കൊടുക്കുക. ഇത് അവർക്ക് മുറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം അവർക്ക് വെള്ളം കുറച്ച് സമയത്ത് കുറവ് കുടിക്കുന്ന സമയത്ത് അവർക്ക് ഇതൊക്കെ വെള്ളം കൊടുക്കാനും മരുന്ന് കൊടുക്കാനും ഒക്കെ ഉള്ള അവരുടെ സാധനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇത് അവരുടെ പാത്രമാണ്, അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്ന പാത്രങ്ങളാണ്. ഇത്രമാത്രം ഞങ്ങളവരെ കെയർ ചെയ്താണ് ഞങ്ങളവരെ സംരക്ഷിക്കുന്നത്. അല്ലാതെ നമ്മുടെ വീഡിയോയിൽ ആൾക്കാർ കണ്ടിട്ട് പറഞ്ഞാൽ ഞങ്ങൾ വൃത്തിയില്ലാതെ ഒക്കെ അവരെ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു അവരുടെ തെറ്റിദ്ധാരണയാണ്. പിന്നെ ഒരുപക്ഷെ അവർക്കൊരു തോന്നലുണ്ടാവും നമ്മുടെ വീടിൻ്റെ ഫ്ലോറ് കണ്ടിട്ട് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ വൃത്തിയില്ല എന്നവർ പറഞ്ഞത്. അപ്പോൾ ആ ഫ്ലോറിനെ പറ്റി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇവാനെയും കുഞ്ഞനെയും ഇവരെ 2 പേരെയും ഞങ്ങൾ കൊണ്ടുവന്ന്, ഇവാനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തിരുമലയിൽ നിന്നാണ് വാങ്ങിയത്, കുഞ്ഞനെ ഞങ്ങൾ വാങ്ങിയത് എറണാകുളത്തു നിന്നാണ്. അപ്പോൾ ഇവരെ 2 പേരെയും കൊണ്ടുവന്ന അന്ന് തൊട്ട് 36 ദിവസമായ അന്ന് തൊട്ട് ഇന്ന് വരെയും അവരെ നോക്കിയിട്ടുള്ളത് 2 ഡോക്ടേഴ്സാണ്. ഉണ്ണികൃഷ്ണൻ ഡോക്ടറാണ് ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെറ്റിനറി ഡോക്ടറെന്ന് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്ന് എനിക്ക് തോന്നുന്ന ലോകത്ത് തന്നെ ഇത്രമാത്രം പക്ഷികളെയും മൃഗങ്ങളെയും പരിശോധിക്കുകയും മരുന്നുകൾ നൽകുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അദ്ദേഹമാണ് ഇവരെ 2 പേരെ നോക്കിയിരുന്നത്. പിന്നീട് ഞങ്ങളെ കാണിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ രവീന്ദ്രൻ ഡോക്ടർ. ഇവർ 2 പേരും ചങ്ങനാശ്ശേരിയുടെ അഭിമാനങ്ങളാണ്. ഈ മരുന്നുകളും കാര്യങ്ങളും എല്ലാം അവരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ ഈ ഫ്ലോറ് കണ്ടിട്ടാകും ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് വൃത്തിയൊന്നുമില്ല എന്ന് പറഞ്ഞതേ. ഞങ്ങളുടെ ഈ വീടിൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർബിളോ ഗ്രാനൈറ്റോ ടൈലോ ആത്താങ്കുടി ടൈലോ ഒന്നുമല്ല ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഓക്സൈഡുണ്ട്, റെഡ് ഓക്സൈഡ്, യെല്ലോ, ബ്ലൂ, ബ്ലാക്ക്, അങ്ങനെയുള്ള ഒത്തിരി ഓക്സൈഡുകളുണ്ട്. അങ്ങനെയുള്ള ഈ യെല്ലോ ഓക്സൈഡിൻ്റെ കൂടെ ഞങ്ങൾ വേറെ പല ഔഷധ മരുന്നുകൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഈ ഓക്സൈഡിൻ്റെ കൂടെ.
അതായത് നമ്മുടെ പനിക്കൂർക്കയുണ്ട്, പാഞ്ചി എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞത്, പിന്നെ ഉലുവ, പച്ച ഉലുവ പൊടിച്ചിട്ട് അത് അരച്ചെടുക്കും, പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ വേറെ 1-2 മരുന്നുകൾ കൂടിയുണ്ട്. 4-5 മരുന്നുകൾ മിശ്രിതം ഉണ്ടാക്കിയിട്ടാണ് ഈ ഓക്സിജൻ്റെ കൂടെ മിക്സ് ആക്കിയിരിക്കുന്നത്. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തറയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വാദം വരത്തില്ല, നടുവേദന വരില്ല, മൈഗ്രെയിൻ വരില്ല. സ്ത്രീകളുടെയൊക്കെ ഉപ്പൂറ്റി ഈ വിണ്ട് കീറുന്ന ഒരു അസുഖമുണ്ടല്ലോ, അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരില്ല എന്നാണ് ഇതിട്ട പഴമക്കാർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇതിടുന്നവരെ പോയി തേടി പിടിച്ച്, നമ്മുടെ നാട്ടിലൊന്നുമില്ല, അവരെ പോയി തേടി പിടിച്ച് ഞാൻ ഇതിട്ടത്. ഈ തറയിൽ കാണുന്ന ഈ പാടുകളെല്ലാം അതിലുള്ള നാച്ചുറലായിട്ടുള്ള പാടുകളാണ്. ഇപ്പോൾ എല്ലാവരും ഗ്രാനൈറ്റും മാർബിളും ടൈലും ഒക്കെ ഇട്ടതിന് ശേഷം വീട്ടിനകത്ത് ചെരുപ്പിട്ടുകൊണ്ടല്ലേ നടക്കുന്നത്. അതിൻ്റെ കൊണ്ടുള്ള പ്രയോജനം എന്തുവാ? ഇത്രയും ലക്ഷങ്ങളും കോടികളും മുടക്കി വീട് വെച്ചിട്ട് വീണ്ടും വീടിനകത്ത് ചെരുപ്പിട്ടുകൊണ്ട് നടക്കും. ഞങ്ങൾ വീടിനകത്ത് ചെരുപ്പ് ഉപയോഗിക്കാറില്ല, ഞങ്ങൾ ചെരുപ്പില്ലാതെ തന്നെ നടക്കുന്നത്. കാരണം ഈ മരുന്നിൻ്റെ ഇതിൽ ചേർത്തിരിക്കുന്ന മരുന്നുകളുടെ ഗുണങ്ങൾ അതൊക്കെയാണ്. പിന്നുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തറ നമുക്ക് ഒരു തരത്തിലുമുള്ള ഫ്ലോർ ക്ലീനർ ഇട്ട് തുടയ്ക്കാൻ പറ്റത്തില്ല. പച്ചവെള്ളത്തിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാത്രം തുടയ്ക്കുക. അല്ലാതെ ഈ ഫ്ലോർ വേറെ ഒരു സാധനം ഇട്ടും തുടയ്ക്കാൻ പറ്റത്തില്ല നമുക്ക്. ഒരു ഫ്ലോർ ക്ലീനറും ഇട്ട് ഈ തറ തുടയ്ക്കാൻ പറ്റത്തില്ല നമുക്ക്. അതാണ് ഈ തറയുടെ പ്രത്യേകത. നമുക്ക് ഇതിൻ്റെ ഗുണവും പഴമയും മനസ്സിലാക്കി മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.